നമ്മളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പുതിയ ഭീകരാക്രമണം ഖത്തറിൽ നടന്നത്. കാരണം പൊതുവേ ഖത്തർ എന്ന് പറയുന്നത് ഒരു രാജ്യങ്ങളുമായും ശത്രുതാ മനോഭാവം പുലർത്താതെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാഷ്ട്രം കൂടിയാണ് ഖത്തർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ വർഷങ്ങളായി അവരുടെ ഉള്ളിലുള്ളൊരു അജണ്ടയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ ജോർദാൻ, സിറിയ, ഈജിപ്റ്റ്, സൗദി, കുവൈറ്റ് അടങ്ങിയ രാജ്യങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ കൈകളാക്കി അവരുടെ വർഷങ്ങളായി അവരുടെ ജൂതമതത്തിൻ്റെ എന്തോ പ്രത്യേക ഇതിലും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. വർഷങ്ങളായുള്ള അവരുടെ അജണ്ടയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ളത്. ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ആദ്യ പദ്ധതി പ്രകാരമാണോ അവർ ഇത്തരം ഒരു ആക്രമണം നടത്തിയത്? കാരണം ഒരിക്കലും ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്താൻ സാധ്യതയില്ല എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. കാരണം ഖത്തർ അതേസമയം അമേരിക്കയുടെ വലിയൊരു സൗഹൃദ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിൽ ആക്രമിച്ചാൽ അത് വലിയ രീതിയിൽ നയതന്ത്രപരമായ വലിയ നഷ്ടം സംഭവിക്കുന്നവർക്കറിയാം. പക്ഷെ എന്നിട്ടും അവർ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വർഷങ്ങളായുള്ള അവരുടെ മനസ്സിലിരിപ്പാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ 3-4 വർഷങ്ങൾ അതിൻ്റെ മാപ്പ് വരെ അവർ കാണിച്ചായിരുന്നു പബ്ലിക്കിന് മുന്നിൽ. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സൂയിസ് കനാൽ അടക്കമുള്ള സാമ്പത്തികപരമായ ഏറെ ലാഭം കിട്ടുന്ന ഏരിയയായ സൂയിസ് കനാലിൻ്റെ മേഖല, അതുപോലെ തന്നെ ഈജിപ്റ്റ്, കുവൈറ്റ്, സൗദി, ജോർദാൻ, സിറിയ, അങ്ങനെ ഒരു രാജ്യം എല്ലാം സൗദിയുടെ ഏകദേശം പകുതി ഭാഗവും അതിൽ വരും. അതുകൂടാതെ ജോർദാൻ, സിറിയ അടക്കം രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അടങ്ങുന്ന വലിയൊരു പദ്ധതിയാണ് അതിൻ്റെ തുടക്കമാണ് ഇത്. അതോ അവർക്ക് ഇതിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടോ?